ഹലോ ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിന്റെ ലെറ്റ്സ് പ്ലേ സെക്കൻഡ് എപ്പിസോഡുമായിട്ടാണ്. നമ്മുടെ വീട് പണിയൊക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞു, പക്ഷെ അതിന്റെ ഫുൾ വീഡിയോസ് ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ വീട് കാണിച്ചത്. അപ്പം സാധനങ്ങളൊക്കെ പുറത്താണ്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അകത്തുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇവിടുന്ന് ഫസ്റ്റ് തന്നെ വരുമ്പം രണ്ട് എൻട്രൻസ് ഇവിടെ ഉണ്ട് അകത്തോട്ടുള്ള. പിന്നെ ഇവിടുന്ന് ഒരു രണ്ട് വാതിലുണ്ടാവും. അത് രണ്ടും പോകുന്നത് നമ്മുടെ അണ്ടർഗ്രൗണ്ടിലേക്കാണ്. അവിടെ പോകുമ്പം ഇതേപോലത്തെ സ്റ്റോറേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറേജ്. ഇതിന്റെ വുഡിന്റെ സെറ്റപ്പ് ഇതാണ്. ഇതാ കാണിച്ചത്. അതിന് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം, ഒറ്റയ്ക്ക് പോകുന്നുണ്ട്. ഇതല്ല. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സ്റ്റോറേജിന്റെ പരിപാടികള്. ഇപ്പോൾ ഡയറക്റ്റ് കോള് ഇതൊക്കെ മൈനിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നെതറിൽ കൊണ്ടുപോയി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ അനിയൻ കൂടെ. അപ്പം ഇന്നും എൻ്റെ അനിയൻ കൂട്ടം വന്നിട്ടില്ല. അപ്പം ഓൻ പോയിണ്ടോ അവൻ്റെ വീട്ടിലേക്ക്. അവൻ്റെ കസിൻ ബ്രദറാണ്. ഓൻ പോയിട്ടുണ്ടോ അവൻ്റെ വീട്ടിലേക്ക്. അപ്പം ഞാൻ നൈറ്റിലാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. ഓണുള്ള വീഡിയോസ് ഡിലീറ്റ് ആയി പോയത്. അപ്പം ഇതാണ് എൻ്റെ ലൈറ്റ് വെട്ടി. ഇതാണ് പിന്നെ ഡെക്കറേഷൻ വെട്ടി. ഇതാ അതിലൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ആ ടെക്സ്ചർ ഉണ്ടായതുകൊണ്ടാണ് ഈ ഗ്ലാസ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അത്രയ്ക്ക് തന്നെയുള്ളൂ ഇതിലുള്ളത്. പിന്നെ മുകളിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, എം ടി തന്നെയാണ്. പിന്നെ സ്കൈ കാണും ഇതേപോലെ. മോർണിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് ചെയ്യാം, എന്താ പറയാ, ഇത് കയറാൻ ആപ്പറടി. അപ്പൊ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. ആക്ഷൻ കിട്ടി. പോവാൻ ചത്തു, ഭാഗ്യം. ഇതെന്തരാ സോമ്പിന് അവസാനമാണല്ലോ. ഇപ്പൊ നെതറിൽ പോയി കൊറേ പ്രാവശ്യം ചത്തിട്ട് വരിക, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാവരും എടുത്തോളാം. നമുക്ക് എന്തിനാ വെറുതെ. ഞാൻ നെതറിൽ പോയിട്ട് എന്റെ സാധനങ്ങളൊന്ന് പോയി എടുത്തോട്ടെ. വരുന്നുണ്ട് സോമ്പി. നെതറിൽ കയറി അങ്ങനെ. ഇതെങ്ങനെ ഇറങ്ങി മറന്നുപോയി. ഇറങ്ങി. ഇവിടെ ഇല്ലാത്തതായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഭാഗത്തായിട്ട് വരുന്നത് ഞാൻ ചത്ത്. ഇവിടെ അല്ല, ഈ ഭാഗത്ത്. ഇവിടെ കുറച്ച് സ്കെൽട്ടൺസിന്റെ സമ്മേളനമാണ്. ചത്ത്. അയ്യോ, കണ്ട ഗൈസ്, അവിടെ ഇഷ്ടം പോലെ സ്കെൽട്ടൺസ് ഉണ്ട്. അത് എങ്ങനെയാണ് വന്നത് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. കൊല്ലി ഞാൻ എന്തായാലും ചത്താള. എല്ലാ റീസ്പോൺ ഓടുന്നുണ്ടല്ലോ, അതിനോട് കുഴപ്പമില്ല. പിന്നെ നമുക്ക് ചെറിയൊരു ആനിമേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ മോഡ് പാക്കാണ്. ഇതൊക്കെ ഞാൻ ആകെ കുറച്ച് മോഡ് പാക്സ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഈ ഒരു ആനിമേഷനും പിന്നെ ആ ടെക്സ്റ്ററും പിന്നെ ഒരു ക്രാഫ്റ്റിങ്ങിൻ്റെത് ഇതാ ഇൻവെന്ററിയിൽ കാണുന്നുണ്ടല്ലോ ഒരു ആരോ, അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ആ ക്രാഫ്റ്റിങ്ങിന്റെ മോഡ് ഞാൻ ഉപയോഗിക്കാൻ കാരണം എൻ്റെ ഇത് ഫോണ് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലെയർ കളിക്കുന്നത്. അതിനോണ്ട് എൻ്റെ അനിയൻകുട്ടന് കിട്ടാൻ വേണ്ടിയാണ് അത് കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ കുക്കായിട്ടുള്ള ഫുഡ് കിട്ടി. ഇങ്ങനെ ബോയായിട്ട് വരുന്നതാണ് സീന്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. സ്കെൽട്ടൺസ് അങ്ങനെ കൊല്ലിഞ്ഞ് ഇത് റീച്ച് ആവണില്ല. ലാവ വഹിക്കുകയാണെങ്കിൽ ഐറ്റംസ് ഡിസ്പോൺ ആവും.
ഊ ദേ വരും. ഇവനൊന്ന് കല്ലണം ആദ്യം. ഊ ചത്ത് ചത്തില്ല. ഗൈസ് ഇവിടേക്ക് വരുന്ന കാര്യം മറക്കുന്നതാണ് അന്ന്. ആ സ്കെൽട്ടൺസ് അടിയുണ്ട്. അങ്ങനെ അടിയോട്ടെ. റീച്ച് ആവോ? റീച്ച് ആവുന്നുണ്ട് കുറച്ച്. ചാവ് ചാവ്. ഈ പാർട്ട് വേരിട്ടാ ഒന്ന് അടിക്ക് ഇവനടിക്ക്. അന്ന് ഈ ബ്ലോക്ക് പൊട്ടിച്ചാട്ടെ. അത് ഇറക്കാൻ വേണ്ടി പിന്നെ പെട്ടെന്ന് പൊട്ടേക്ക് കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയല്ല, ഈ ബ്ലോക്കിലേക്ക് കയറി ചെല്ലുക. എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ചെടുത്താൽ മതിയാവും. നമുക്ക് ഫൈറ്റ് ചെയ്യാം. അയ്യോ ഇത് പൊട്ടിച്ച് ഇതൊരിക്കലും ഓ കറക്റ്റ് ഒരു പിന്നെ റീച്ച് ആവുന്നുണ്ട്. കറക്റ്റ് അവർക്കിനെ റീച്ച് ആവുന്ന രീതിയിൽ തന്നെ കിട്ടിയവർക്ക്. ഇതിൽ ഏതെങ്കിലും വെപ്പൺസ് ഉണ്ടോ അവിടെ പോയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വെപ്പൺസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സുഖമായിട്ട് നമുക്ക് പോയി ഫൈറ്റ് ചെയ്യാം. സോ ഫ്ലിന്റ് ഉപയോഗിക്കണ്ട, ശരിയല്ല. കോബിൾ സ്റ്റോൺ ഒന്നും ഇല്ല കയ്യില്. സ്റ്റിക്കും ഇതൊക്കെ അവിടെ പോയി. ഇതെങ്കിൽ ഇത് എൻ്റെ ബക്കറ്റ് അങ്ങനെ എന്തെങ്കിലും. ഈ ഫ്ലിന്റ് സ്റ്റീൽ വെച്ച് ട്രൈ ചെയ്തൊക്കെ ഒരു ഉറപ്പില്ല. കത്തിക്കാനാ ഞാൻ നോക്കണം അവരെ. മറ്റേ ഫയർ അടിയിൽ കത്തിച്ചു. അയ്യോ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. അത് റിയൽ ആയിപ്പോയി. ചാവല്ലേ. ഹെൽത്ത് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു കുഴപ്പമില്ല. അനിയൻകൂട്ടം വേണമെന്ന് ആണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. വീട് കാണുന്നത് ഭംഗിയല്ലേ. ഈറ്റിങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു പിക്കാക്സെങ്കിൽ കൈ വെക്കേന്ന്. എവിടെയാണ്? ഇവിടെ ആ ടൂൾസും ഇതും പോയില്ല, കുഴപ്പമില്ല. നല്ല അങ്ങോട്ട് പോകാൻ പറ്റിയ അത് ഇഷ്ടം പോലെ സ്പോണാവുന്നുണ്ട്. അയ്യോ ഒരു വ്ളോഗും കൂടെ അടിക്ക് പോയിട്ട് ഇത് ഒഴിച്ചെടുക്കാം. ഇതും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ച് അപ്പൊ ഒരു സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കിയിരിക്കുന്ന ഗൈസ്. ബോട്ട് കറക്റ്റ് നേരം ബോൺമീൽ ഫാം ഉണ്ടാക്കി കഴിച്ചു കണ്ടാ. വെള്ളം ഒഴിച്ചെടുക്കാനാണെങ്കിൽ ഒന്നും ഒരു കയ്യുമില്ലല്ലോ. കറക്റ്റായിട്ട് ചത്തും കൊടുത്തു. ഒരു സോഡെങ്കിലും ഉണ്ടാക്കിയിട്ട് പോവാ. ഇതില്ലല്ലോ, കുഴപ്പമില്ല. പിന്നെ ഒപ്പിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക് എങ്ങനെയെങ്കിലും. എന്തായാലും പ്ലാൻ വർക്കായിട്ടുണ്ട്. ബോൺമീൽ ഫാമിങ് ബോൺമീൽ ഫാം ഇന്നത്തെ ഗോളൊന്നും ഇല്ല. ആ ടൂൾസ് ഇതൊക്കെ എടുക്കാൻ തന്നെയാണ്. വേറെ പണിയില്ല. മനുഷ്യൻ പെട്ടുപോയി, ഒന്നും അറിയാണ്ട് കേറിപ്പോയതാ. ഇവിടുന്ന് ചാടി കയറാനും പറ്റിയില്ല. അപ്പത്തേക്ക് ഞങ്ങൾ എന്നെ ലോക്കും ചെയ്ത്. ഇവിടുത്തെ ഒരു ബ്ലോക്ക് കൂടെ മൈൻഡ് തീർക്കാം. ഓ സോഡ് കിട്ടി.
എടുത്ത സീനാവുന്നു. പിക്കാക്സ് കിട്ടി, ഭാഗ്യരക്ഷവും. ഡോൺ ബ്ലോക്ക് കിട്ടി ഗൈസ്, നമുക്ക് അതെങ്കിൽ അതെടുത്തുണ്ടാവാം. അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഇതൊക്കെ കുറച്ചും കൂടെ മൈൻഡ് ചെയ്തു ഞാൻ. ഇവിടുന്ന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം, സൗണ്ട് കാരണം ഞാൻ ഇനിയിപ്പോൾ ഗെയിം കളിച്ചതിന് വെച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം ചെറിയൊരു വീട്ടിൽ നിന്ന് TV കാണുകയാണ്, അതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ മൈനിങ് ഒക്കെ ചെയ്ത് ഇത് പോവാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്. ഗോൾഡും കൂടെ എടുത്താലോ എന്നാണ്. ഗോൾഡ് എടുക്കാം, കുറച്ച് ഗോൾഡ് എടുത്താളാ. അധികം നിൽക്കണില്ല, ആ ഗോൾഡ് മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തപ്പം മൈക്ക് സെറ്റായില്ല. അപ്പം മൈക്കിൻ്റെ സ്ലോട്ട് ഇതായില്ല. എൻ്റെ ഹെഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ മൈക്കിൻ്റെയും പിന്നെ ഇതിൻ്റെ കേൾക്കുന്നതിൻ്റെയും 2 സ്ലോട്ടാണ്. അതിൽ കേൾക്കുന്നതിൻ്റെ സെറ്റായി, പക്ഷേ മൈക്കിൻ്റെത് റെഡി ആയില്ല. ആ ഒരു കണക്ട് ചെയ്യാണ്ട് അത് കണക്ട് ചെയ്തില്ല. അതിനോട് ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്തായാലും വീട്ടിലേക്കൊന്ന് പോവാം. അതിൻ്റെ ഇടയിൽ വീട്ടിലേക്ക് പോയിരിക്കുന്നതിനിടയിൽ കൊല്ലാൻ വന്ന് പിന്നെ അതിൽ പെട്ട് വീട്ടുമ്പോഴത്തേക്കും വേറെ 2 കൂടെ വന്ന് എന്നെ ലോക്ക് ചെയ്ത്. പിന്നെ 2 ഹെൽത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വേഗം ഓടിപ്പോയി ഒന്ന് ലോക്കായി നിന്ന് പിന്നെ വീട്ടിൽ പോയി ലോക്കായി. അപ്പം ഇത് റെഡിയാക്കാം. ഇനി വീട്ടിലെത്തിയിട്ട് ചെറുതായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാം, അതേ ശരിയാവും. ഇതും കൂടെ കാണിച്ചാൽ വളരെ ബോറിംഗ് ആയിരിക്കും. എന്തായാലും ചാവല ഇനി വീട്ടിലെത്താം. അപ്പോൾ ഗൈസ് നമ്മുടെ ആർമർ ടൂൾസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് ഒരുവിധം എടുത്ത്. പിന്നെ ബാക്കി ലെവലൊക്കെ പോയി 5 ലെവലിൽ 3 ലെവലായി. അവിടെ ചത്തു. ഭയം കൊണ്ട് സാധനങ്ങളൊന്നും ഡീസ്പോൺ ആയില്ല, കുഴപ്പമില്ല. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് സെറ്റ് ആവാം. അപ്പം ഇനി ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലെടുത്തേ. ബൈ. അടുത്ത എപ്പിസോഡ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരാം. ഇന്നൊരു ബോറിംഗ് വീഡിയോ ആണ്. എൻ്റെ വീഡിയോ ആരെ തല്ലി പൊളിക്കുന്നുണ്ട്. ബൈ.